എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രിപ്പാറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അച്ചൻകോവിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. പുനലൂരിൽ നിന്നും പത്തനാപുരത്തേക്കുള്ള വഴിയിൽ ഒരു 6 കിലോമീറ്റർ പിന്നിട്ടാൽ നമുക്ക് അലിമുക്കിലെത്താം. അലിമുക്കിൽ നിന്നാണ് ഞങ്ങൾ അച്ചൻകോവിലേക്ക് പോയത്. പുനലൂരിൽ നിന്നും 42 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. തമിഴ്നാട്ടിലെ ചെങ്കോട്ട വഴിയും നമുക്ക് അച്ചൻകോവിൽ എത്തിച്ചേരാം. മുള്ളുമലയിൽ ഫാമിംഗ് കോർപ്പറേഷൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. അലിമുക്കിൽ നിന്നും കറവൂർ, മുള്ളുമല, ചെമ്പനരുവി തുടങ്ങിയ സ്ഥലങ്ങൾ പിന്നിട്ടാണ് അച്ചൻകോവിൽ എത്തുക. കോന്നി ഫോറസ്റ്റ് ഡിവിഷന് കീഴിലാണ് ഈ വനമേഖല. പത്തനംതിട്ട, കൊല്ലം ജില്ലകളിലായി ഈ വനമേഖല പരന്നു കിടക്കുന്നു. കാട്ടാന, കാട്ടുപോത്ത്, മ്ലാവ്, മാൻ, പുലി തുടങ്ങിയ വന്യമൃഗങ്ങളെല്ലാം ഉള്ള കാടാണ് അച്ചൻകോവിലേത്. കാടിനുള്ളിലൂടെ യാത്ര ചെയ്യുമ്പോൾ പല സ്ഥലത്തും ഇതുപോലുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായി പാലിച്ചിരിക്കണം കേട്ടോ. അങ്ങനെ കാടിനുള്ളിലൂടെ കുറേ ദൂരം യാത്ര ചെയ്തിട്ട് നമ്മൾ അവസാനം അച്ചൻകോവിൽ ക്ഷേത്രത്തിനടുത്ത് എത്തിച്ചേർന്നു. പ്രധാന വനക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. കേരളത്തിൻ്റെ സുരക്ഷിതത്വത്തിനു വേണ്ടി പരശുരാമൻ സ്ഥാപിച്ചതാണെന്നാണ് വിശ്വാസം. മണ്ഡലകാലത്ത് ധാരാളം അയ്യപ്പ ഭക്തന്മാർ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് കേട്ടോ. சுவாமியே சரணமையப்பா. நாங்கள் தென்காசியிலேருந்து வந்திருக்கிறோம். அச்சன்கோவில் சபரிமலையில் முருகனுக்கு அறுபடை வீடு இருக்கிற மாதிரி ஐயப்பனுக்கும் ஒரு 5 படை வீடு உண்டு. அச்சன்கோவில், ஆரியங்காவு, குளத்துப்புழை, பந்தளம், சபரிமலை. அதில் அச்சன்கோவில் இங்கே அரசனாக இருக்கிறாரு. நிறைய ஊர்களிலேருந்து இங்கே ஜனங்க வர்றாங்க. தமிழ்நாடு, ஆந்திரா, கேரளா, கர்நாடகா, பாண்டிச்சேரி இந்த மாதிரி எல்லா இடங்கள்லேருந்து வர்றாங்க. ரொம்ப விசேஷமான ஒரு கோவில். கோவில் உள்ள சிறப்பு வந்து இங்கே உள்ள சுவாமி கையில் அந்த வாள் வச்சுருக்கிறாரு. அந்த வாள் வச்சுருக்கிறது மற்ற கோயில்களில் வாள் இல்லை, இங்கே வாள் இருக்குது. பூர்ணா புஷ்கலா தேவியோடு இருக்கிறாரு. அப்புறமா மற்ற கோயிலில் அமர்ந்திருக்க இந்த திருக்கோலத்தை விட இங்கே அமர்ந்த திருக்கோலம் கொஞ்சம் வித்தியாசமாக இருக்கிறார் அவர். அப்புறமா இந்த கோவிலில் அந்த சந்தனம், சாமிக்குள்ள சந்தனம் ஒன்று கொடுப்பாங்க. அந்த சந்தனம் வந்து இந்த மலைப்பகுதியில் யாருக்காவது ஏதாவது ஒரு பாம்பு கடி இந்த மாதிரி எதாக இருந்தால் கூட இங்குள்ள தீர்த்தத்தையும் இந்த சந்தனத்தையும் சாப்பிட்டாச்சுன்னா அவங்களுக்கு அந்த விஷம் உடனே முறிஞ்சிருது. அந்த மாதிரி ஒரு நம்பிக்கை உண்டு. இன்றைக்கி கூட நாங்கள் அந்த பிரசாதம்லாம் கூட வாங்கினோம். அதில் அச்சன்கோவிலுக்கு வர்றதுக்கு வந்து பூர்வ ஜென்ம புண்ணியம் இருந்தால் தான் வர முடியும். ഇവിടെ നിന്നും ഞങ്ങൾ നേരെ പോകുന്നത് കുംഭാവുരുട്ടി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയാണ്. അച്ചൻകോവിൽ ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് ചെങ്കോട്ട പാതയിൽ 6 കിലോമീറ്റർ പോയാൽ കുംഭാവുരുട്ടിലെത്തും. ഇടതുവശത്ത് കാടിനുള്ളിലായാണ് കുംഭാവുരുട്ടി വെള്ളച്ചാട്ടം.
പ്രധാന പാതയിൽ നിന്ന് 4 കിലോമീറ്റർ കൊടും വനത്തിനുള്ളിലാണ് കുംഭാവുരുട്ടി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. അച്ചൻകോവിലാറിൻ്റെ കൈവഴിയാറും പുളിക്കവല, കാനയാർ എന്നീ പ്രദേശങ്ങളിലെ നദികളിലൂടെ ഒഴുകിയെത്തുന്ന അരുവികളും സംഗമിച്ചാണ് കുംഭാവുരുട്ടി ജലപാതയിൽ എത്തുന്നത്. അടി ഉയരത്തിൽ നിന്നും എത്തുന്ന വെള്ളച്ചാട്ടം പാറമടക്കുകളിൽ പതിച്ച ശേഷം നിരവധി ചുഴികളിലൂടെ ഒഴുകിയ ശേഷമാണ് അരുവിയായിത്തീരുന്നത്. വനസംരക്ഷണ സമിതിയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് കുംഭാവുരുട്ടി ജലപാതം. ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് അപകടം സംഭവിക്കാതിരിക്കാൻ പ്രത്യേക പരിശീലനം സിദ്ധിച്ച ഗൈഡുകളെ അധികൃതർ നിയമിച്ചിട്ടുണ്ട്. കാടിൻ്റെ യാത്രയൊക്കെ ആസ്വദിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വന്നിരിക്കേണ്ട ഒരു കിടിലൻ സ്പോട്ടാണിത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാം. ബൈ.